ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിക്കുട്ടി ദൈവം കാണിക്കുകയാണ്. ജിമ്മിന് പോകാറായിട്ടോ, സമയം 6:30 ആയിട്ടുണ്ട്. നമ്മുടെ വാവക്കുട്ടി വരുന്നുണ്ട് കേട്ടോ ഒന്ന്. അയ്യോ, അതിൻ്റെ സന്തോഷത്തിലാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നമ്മൾ ഉണ്ണിക്കണ്ണനെ കണ്ടെന്ത് ഭംഗിയെ നോക്കിയേ. നമ്മൾ ഉണ്ണിക്കണ്ണൻ അവിടേക്ക് ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ അമ്പലത്തിൽ പോയി വന്നാലേ നമ്മൾ ആ പ്രസാദത്തിൻ്റെ അത് അവിടെ തന്നെ വെക്കും. നമുക്കത് കളയാൻ ഭയങ്കര മടിയല്ലേ, എവിടെയെങ്കിലും ഇടാനൊക്കെ മടിയാണ്. അപ്പം അതുകൊണ്ട് മടിയില്ല, നമുക്കൊരു പ്രസാദം കളയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് എടുത്തിട്ട് നമ്മൾ ആളൊന്നും ചവിട്ടാത്തടത്തേക്ക് വെക്കണം കേട്ടോ. പൂജാരി നീട്ടി പൂജയൊക്കെ ചെയ്യണ്ടല്ലോ. രണ്ടു മൂന്നിനോട് വീട് പൊക്കിക്കണത്തിനാണ് കേട്ടോ. അപ്പം എന്തായാലും വാവക്കുട്ടി വരുന്ന സന്തോഷത്തിലാണ്. ഞാൻ കുളിച്ചതാട്ടോ, സ്കിൻ കെയർ പോലും ചെയ്തിട്ടില്ല. ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം വീട് കൊടുക്കുമ്പോൾ അതിട്ടില്ല, ചിക്കൊരു ബുദ്ധിമുട്ടാണ്. മാങ്ങ മുറിച്ച് വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വേഗം അത് മുറിച്ച് വയ്ക്കട്ടെ. ഇന്നലെ ചെന്നൈയിൽ നിന്ന് മാങ്ങ, അതാ ഇന്നലെ ചെന്നൈയിൽ നിന്ന് ഒരു മാങ്ങ അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കഴിച്ചാൽ തന്നെ വയറുന്നവർ അത്രയും മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ കുട്ടി പറഞ്ഞു, മമ്മി എനിക്ക് മുറിച്ച് വെക്കി കേട്ടോ എന്ന്. അപ്പം എന്തായാലും അവർക്ക് മുറിച്ച് വയ്ക്കാം. എന്നെ കൊണ്ട് മുറിപ്പിക്കരുത്, ഞാൻ വരുമ്പോഴത്തേനും മുറിച്ച് വെക്കണേ എന്നൊക്കെ. അതൊക്കെ നമ്മൾ അമ്മമാർ ചെയ്യുമല്ലോ, മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ അതാണ്ട് തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ മുറിച്ച് വേണ്ടു. അപ്പൊ മമ്മി ഇതാ മുറിക്കാണ്. ഞാൻ എന്റെ ജിമ്മിന് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക. ഇത് വല്ലാത്ത കഷ്ടം കേട്ടോ ഗൈസ്. എവിടേക്ക് പോണതും പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല. അത് നമുക്കൊരു ഇടങ്ങേറല്ലേ. എന്താ ഉണ്ണിക്ക് വേണോ? ഉണ്ണിക്ക് വേണ്ടേ? ഉണ്ണി ഇന്നലെ കഴിച്ചു. ഉണ്ണിക്ക് ഇനി രാത്രി വേണം. രാത്രി കുട്ടി അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് വെച്ചിട്ട് വിളിച്ചു കേട്ടോ. മറ്റേ അച്ചുവാണ് കൂട്ടാൻ വേണ്ടി പോണത്. ബാബുട്ടിയുടെ ഫ്രണ്ട് ഇപ്പൊ വരുവോള്. എനിക്കിങ്ങനെ കൊതിയാവുക കെട്ടിപ്പിടിക്കാനും കൂടെ ഇങ്ങനെ ബാബുട്ടിനെ കെട്ടിപ്പിടിച്ച് കിടക്കാനും ഒക്കെ. എന്തല്ലേ, കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തേനും എന്താ നമുക്ക് അങ്ങനെയാണ് അല്ലേ. ഉണ്ണിന്നത്തെ ജിമ്മിന് പോവാ. അതെ, ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ കേട്ടോ. അവളുമാരിനെ കാണാൻ ഞാൻ ഒന്ന് വരണ്ടെന്ന് പറയട്ടോ. 2 കുട്ടികളുണ്ട് കേട്ടോ, മറ്റേ ഉണ്ണിയുടെ ഫ്രണ്ട്സ്. അവരെല്ലാരും കൂടിയാണ് വർക്കല പോയാണ്. ഉണ്ണി ഒരു ദിവസം ജിമ്മിന് പോകാതാകുമ്പോഴത്തേനും ഉണ്ണിമാ പറഞ്ഞിട്ട് തുടങ്ങും മെസ്സേജ് അയക്കാനും വിളിക്കാനും. അപ്പൊ പിന്നെ ഉണ്ണി പോയാലേ പറ്റൂ. ഇപ്പൊ നമ്മൾ കാത്തിരിക്കുകയല്ല, നമുക്കൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞാൽ സമയം ടേ പറഞ്ഞിട്ട് പോവും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന് കാത്തിരിക്കുക, ഒരു ബസ് കാത്ത് നിൽക്കുക. അപ്പൊ നമുക്ക് ബസ് കിട്ടില്ല. നമ്മളിത്തിരി സമയം വൈകിയൊക്കെ പോകുമ്പില്ലേ, ബസ്സും പോവും ടൈമും പോവും. അങ്ങനെയാ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താ വെച്ചാൽ നമ്മൾ എന്തിനെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ സമയം അങ്ങോട്ട് നീങ്ങില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്താ വെച്ചാൽ എന്താണെന്നറിയില്ല, വാക്കുട്ടീനെ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താന്നൊക്കെ തോന്നും, പക്ഷെ അമ്മമാർക്ക് ഇത് മനസ്സിലാവും കേട്ടോ. ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഞാനേ. എന്താ പറയുക, ഒരു പെൺകുട്ടിയാണ് ഇട്ടേക്കുന്നത്. മകള് പോയിരിക്കുന്നത് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കാനല്ലേ, പുറത്തേക്കൊന്നും അല്ലല്ലോ. പുറത്താണ് എന്താ ചെയ്യാന്ന്. ആ മോളുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മോളെ, അമ്മമാർക്ക് മക്കൾ പുറത്താണോ അല്ലെങ്കിൽ അടുത്താണോ എന്നൊന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം 1 മണിക്കൂർ വിട്ട് നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടും വേദനയും ടെൻഷനൊക്കെ ആയിരിക്കും. അതെല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. അതൊന്നും മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പ്രത്യേകിച്ച് എനിക്കെന്ന് പറയാൻ പറഞ്ഞു ഉണ്ണി. അതൊന്നും മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു അമ്മയെ കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുക കേട്ടോ. നമ്മൾ കുറേ നാൾ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ എല്ലാ രീതികളും മാറും. അതൊരു അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അവരെന്ത് ചെയ്യും, ഫുഡ് കറക്റ്റായിട്ട് കിട്ടുമോ, കഴിക്കുമോ, അങ്ങനെയൊക്കെ കൊണ്ട് ഭയങ്കര വിഷമങ്ങളായിരിക്കും കേട്ടോ. എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നി. എന്താ ദൂരത്തൊന്നും അല്ലല്ലോ, പുറത്ത് പോയി എന്താ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അത് വേറെ കാര്യം പറയുക. അങ്ങനെയാണ് കേട്ടോ. ഞാൻ മോള് വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ എന്ന് പറഞ്ഞാൽ അത് അമ്മ. നല്ല അമ്മമാർ കേട്ടോ, എല്ലാ അമ്മമാരും ഞാൻ പറയുന്നില്ല. നല്ലമ്മമാരും ഉണ്ട്, ചീത്തമ്മമാരും ഉണ്ട്. എല്ലാത്തിലും 2 കാറ്റഗറി ഉള്ള പോലെ ഇതിലും ഉണ്ട്. പക്ഷെ ഞാൻ
ഒരു നല്ല അമ്മയിൽ പെട്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് എൻ്റെ മക്കൾ എവിടെയെങ്കിലും ഒരു പൊട്ട് ഇങ്ങനെ മാറി അങ്ങോട്ട് പോകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര അവലാതി കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ഞാൻ അവരിൽ അഡിക്റ്റാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെന്നിൽ ഡിപ്പെൻഡിനേക്കാളും ഞാൻ അവരുടെ ഡിപ്പെൻഡഡ് ആണ് അല്ലേ. കണ്ട അവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് വാ മൊട്ടെ. ആ ഇപ്പോൾ കറക്റ്റ് കുമ്പളങ്ങ. അപ്പം എൻ്റെ സ്വത്തുമണി അപ്പം ഇത് എല്ലാവർക്കും കുരുണ്ട്. ഇത് എനിക്കിവിടെ ഇതുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. പാവിനെ വിളിക്കുക. കണ്ട എൻ്റെ ഉണ്ണിക്കണ്ണൻ അവന് വിളക്കൊക്കെ വെച്ച് കൊടുത്ത് എൻ്റെ കുട്ടാപ്പൂന് ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി കൊടുത്തിട്ട് കർപ്പൂരമൊക്കെ കത്തിച്ച് ഒരു സാമ്പ്രാണിയൊക്കെ അങ്ങോട്ട് പുകച്ചല്ലേ അവന് അത്രയും സന്തോഷമാണ് കേട്ടോ. കുറേ ഇവിടെ മൊത്തം കൃഷ്ണമയാണ് കേട്ടോ. അതാ ഒരു കൃഷ്ണൻ, ഇവിടെ ഒരു കൃഷ്ണൻ, ഇവിടെ അതിനകത്തൊന്നുണ്ട്, പിന്നെ ഇതുണ്ട് ഇവിടെ 2 ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കുറേ ഉണ്ട്. എനിക്ക് കൃഷ്ണൻ പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാൻ എവിടെ കണ്ടാലും അപ്പം വാങ്ങിച്ച് വയ്ക്കും ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ. എനിക്ക് ആരെങ്കിലും തരികണിച്ചാലും അങ്ങനെ തന്നെയാണോ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടോ, ഇപ്പുറത്ത് ഒരെണ്ണം കൂടെ ഇരിക്കുന്നുണ്ട്, അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ആ എണ്ണപ്പാത്രം അവിടെ തന്നെ വെച്ചല്ലേ പൊന്നാ, എടുത്തേക്കാതെ അതെടുത്തേക്ക്. അവറ്റങ്ങൾ 2 മുഖം മറിച്ചിട്ട് ഉണ്ണി വാവിനെ കാണാൻ അക്ഷമയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ജിമ്മിന് പോകാൻ സമയവും ചെയ്തു. പക്ഷെ സൗണ്ട് ഉറക്കി. പക്ഷെ എന്നാ കുട്ടിക്ക് പൊക്കൂടെ, വന്ന് കണ്ടൂടെ. അപ്പൊ എന്ത് പൊക്കൂടെ, വന്നിട്ട് കണ്ട പോരെ. ഇനിയിപ്പോ എന്തായാലും അവൾ എത്തി. അവന്ന് ഇത്ര നേരം കാത്തിരുന്ന് എന്താ സ്നേഹം, ഭയങ്കര സ്നേഹമാണല്ലോ. എന്താ വാവെത്തി. വാവിടെ ഫോൺ എന്തോ ബഗ് പോലെയായിട്ടേ ഹലോ എന്ന് പറഞ്ഞാൽ അതന്നെ പറ ഹലോ 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 പറഞ്ഞോണ്ടിരിക്കുക. ഈസ്റ്റിലെത്തിയതുകൊണ്ട് കുറേ നേരം മുമ്പ് വിളിച്ചു. പക്ഷെ എത്ര നേരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. ചിലപ്പോൾ അവിടെ നമ്മുടെ പാലം പണി നടക്കണോണ്ടേ, നമ്മുടെ ഒറ്റപ്പാലത്ത് അവിടെ കുറച്ച് ബ്ലോക്ക് വരാറുണ്ട് കേട്ടാ. ഉണ്ണിക്കിപ്പോൾ ടെൻഷൻ പറഞ്ഞ ഉണ്ണിയുടെ ചങ്കുപടീസൊക്കെ വന്നിട്ട് അവിടെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ നമ്മുടെ പാവക്കുട്ടി വന്നു. പാവക്കുട്ടി നിന്നൊരാൾ കാത്തിരിക്കുന്നു പറയാൻ 5 ദിവസമേ മാറി നിന്നിട്ടുള്ളൂ. എനിക്ക് ഞാനും മാറിയുന്നോണ്ട് എനിക്ക് നിന്നെ അത്ര അറിയണില്ല. ലൈക്ക് നമ്മൾ 2 പേരും മാറി നിൽക്കായിരുന്നില്ലേ. അശ്വദീപ എനിക്കില്ലേ ഈ നല്ല സൗണ്ടുമാരില്ലേ എന്റെ, എനിക്ക് ഇവിടേക്ക് വരുന്ന നല്ല സന്തോഷം. കാരണം അവിടെ ആൾക്കാരെ അറിയാത്തവരെ കണ്ടിരുന്നേ ഉണ്ണി കരഞ്ഞ് പോകുമ്പോ ഉണ്ണി എനിക്ക് അവിടെ അറിയാത്തവരെ കണ്ടിട്ടില്ലേ. ഇവിടെ ഇങ്ങനെ അറിയുന്ന ആൾക്കാരും കടകളൊക്കെ കാണുമ്പോ എനിക്ക് സന്തോഷം. പക്ഷെ മറ്റൊന്ന് ഞങ്ങളുടെ പോണ്ടേ എന്തായിരുന്നു നിന്റെ സ്വത്തുമണി എവിടെ? ആ വന്നു ബ്രഷ് ഇട്ടോ. എന്റെ സ്വത്തുമണി നിന്റെ സ്വത്തുമണി. പാവ അച്ഛമ്മക്ക് എന്താ കരച്ചില്. അച്ചു പറയുമ്പളേ നമ്മളെ കുടുംബത്തിലൊരു അച്ചു ഉണ്ടല്ലോ. വാ കുഞ്ഞാവേ, വാ മോളെ. ഉണ്ണിമ പതുക്കെ നോക്കി പോയിട്ടായിട്ട് കുഞ്ഞാ. എന്താ നമ്മുടെ കുടുംബത്തിലൊരു അച്ഛൻ വന്ന ഉടനെ വാക്കുട്ടി എന്നും ബ്ലഷ് ഇട്ട് തരും കേട്ടോ. വന്ന ഉടനെ ബ്ലഷ് ഇട്ട് വന്നു. അച്ചു പറയുമ്പോ നമ്മുടെ കുടുംബത്തിലൊരു അച്ചു ഉണ്ടല്ലോ. നമ്മളെ വ്ളോഗ് കൂടെ അച്ചു എന്ന് പറയുമ്പോ നമ്മുടെ മൈൻഡിൽ എന്താ നമ്മുടെ അച്ചുമ്മ. അങ്ങനെയാണ് ഇപ്പൊ മറ്റേ ഈ അച്ചുകുട്ടീനെ അച്ചുമ്മ എന്ന് പറയുമ്പോ നമ്മുടെ വ്ളോഗിൽ അങ്ങോട്ടേക്ക് നമ്മുടെ എന്താ പറയാൻ പറഞ്ഞ നമ്മൾക്ക് 2 അച്ചുവായി നമ്മുടെ ഫാമിലിയില്. അതെയോ? അതെന്തിനാ കൊണ്ടുവരണ്ട? അത് വേണ്ട, അതവിടെ അച്ചുകുട്ടി വെയിറ്റ് അല്ലേ. ശരി ഇവിടെ ഇരിക്കണം. കൈ കഴിട്ട് അത് കഴിച്ചിട്ട് അതെ അച്ഛമ്മക്ക് മാങ്ങ അച്ഛമ്മയുടെ വീട്ടിൽ നിന്നല്ലേ മാങ്ങ കൊണ്ടുവരാൻ പറയും. അച്ഛൻ്റെ വീട്ടിൽ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനില്ലേ ഇവര് തരൂല്ലെന്ന് എനിക്കറിയുന്നില്ല. ഇവര് തരുന്ന ആൾക്കാരാണോ അല്ലാത്ത ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ പറയാ അറിയാം, വരുമ്പോഴേ മാങ്ങയും കൊണ്ട് വായോട്ടോ പറയും.
അവര് ഞാൻ പറയും മാങ്ങയല്ലേ ഇവരെന്തോ വിചാരിച്ചോട്ടെ വെച്ചിട്ട് അതായത് വീട് നടക്കണ്ട് അതില് ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഞങ്ങൾ നല്ല അടി കൂടും കേട്ടോ എന്നാലൊക്കെ. പക്ഷെ എന്നാലും കുറച്ച് ദിവസം കാണാതായപ്പോഴേ ഇങ്ങനെ നുണയ്യ ഇങ്ങനെ പിടിക്കാനൊക്കെ ഇതവിടെ ഉണ്ടെച്ച കുറെ ആൾക്കാര് ഇനി വേണേ മുറിച്ച് തരാട്ടോ പിന്നെ അവിടെ ഇരിക്കി മധുരില്ലേ ജേഡന് അയച്ചെന്ന് വല്യമ്മയൊക്കെ. അതെന്താ മമ്മിക്ക് എന്താ കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ മറക്കല്ലേ കേട്ടോ. ശരി മമ്മി ഇതൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത്? എന്താ വെച്ചാ മറക്കും പിന്നെ കുട്ടി. മമ്മിക്ക് എന്താ കൊണ്ടുവന്ന്? മമ്മിക്കാ മോള് കഴിക്ക്. എന്നെ കൊണ്ടുവന്നിട്ടില്ലേ? അത് ശരി. എന്നാലും എന്താ കൊണ്ടുവന്ന്? അങ്ങനെ ജോലി കഴിഞ്ഞ് വരികയല്ലേ? അതെ അതെ. ആ എങ്ങനെയുണ്ട് ഒരു 1 വീക്കുള്ള കാര്യങ്ങള്? എങ്ങനെയുണ്ട് വാക്കുട്ടി 1 വീക്ക്? 1 വീക്കോ? ആ പെട്ടെന്ന് പോയി. പക്ഷേ വേറൊരു എക്സ്പീരിയൻസ്. ഗുഡ്. ഇവിടെയാണോ നല്ലത് അവിടെയാണോ? ശരി രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്ക് 9 മണി കഴിഞ്ഞിട്ട് 9 തൊട്ടിട്ട് ഈ 12 മണി വരെയൊക്കെ ഞങ്ങൾക്ക് റൂമിൽ തന്നെ ഭ്രാന്ത് പിടിക്കുക. ഞങ്ങൾ ഡാൻസ് കളിക്കും, ഇടയ്ക്ക് അടിച്ച് ഓടി കളിക്കും, എന്തൊക്കെയോ ചെയ്യും. ഇവിടെ ഇല്ലേ 9 മണിക്കാണ് പുറത്തിറങ്ങുക. ഇവിടെ 9 മണിക്ക് പുറത്തിറങ്ങിയിട്ട് 12 മണിക്കല്ലേ വരിക. അവിടെ 9 മണി വീടിനുള്ളിൽ കയറി ഇരിക്കണം. അയ്യോ അതൊരു അച്ഛൻ എങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ അതെ ഇനിയും മുറിച്ച് തരാൻ കഴിച്ചോളൂ. അച്ഛനായിരിക്കും കൂടുതൽ മിസ്. പാവം അച്ഛൻ ഇല്ലേ പാവം കൂടുതലും വന്ന് വിളേനും ഇവിടെ ഒന്ന് കൂട്ടിയിട്ട് പോകും കേട്ടോ. അത് പാവം ദൂരത്തുനിന്നാ വരണേ. എന്നാലും വന്ന് കൂട്ടിയിട്ടും ഇവിടെ കൊണ്ടാക്കണം ചാക്കും. ഇപ്പൊ 12 മണിയൊക്കെ ആയാലും ഞാൻ പറയും ഒറ്റയ്ക്ക് വരരുതെന്ന്. സേഫ് ആയിട്ട് ഇവർ രണ്ടാളും കൊണ്ടുവിട്ടിട്ടാണ് കുട്ടീനെ കൊണ്ടുവിട്ടിട്ടേ അവർ പോകുള്ളൂ കേട്ടോ. നല്ല മധുരം. നമ്മൾ കഴിഞ്ഞ കൊല്ലം പോയിട്ട് ഓർമ്മ ഉണ്ടോ മമ്മി കൊണ്ടുവന്നത്? പക്ഷെ ഇത്ര മധുരില്ലേ അവിടത്തെ? അവിടുത്തെ പച്ചമങ്ങി കഴിഞ്ഞോ? എന്നാ പൊക്കോ. മാങ്ങ ഉണ്ട് വെച്ചിട്ടായിരുന്നു. വാവേ ഇനി മറ്റൊരു മാങ്ങ വെച്ചിട്ട് പിടിച്ചിരിക്കത് ഇല്ല. കുഞ്ഞാവേ നമ്മുടെ കുട്ടീനെ ഒരു നിമിഷം പോലും ഓർക്കത്തില്ല. എല്ലാരും ഉണ്ടോ അവിടെ കൊച്ചിയില്? രാത്രി എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. ഞാൻ എന്നിട്ട് എന്താ പറയാ ഓരോന്നും പറയും ഉണ്ണി എന്താ അവള് അമേരിക്കക്കെ പോയിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ മമ്മിക്ക് ഇവിടെ കാണാതാകുമ്പോ ടെൻഷൻ ആവല്ലേ. എനിക്ക് എന്താ വിഷമം അറിയോ മമ്മീനെ ആലോചിച്ചിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് സങ്കടം 2:30 4:30 മെസ്സേജിന്റെ ടൈമാണ്. ഞാൻ രാവിലെ കണ്ടു. എന്താ 11:30 12:30 1:30 2:30 ഈ ഓരോ ടൈമുകളിലില്ലേ 3:30 4:30 വരെ ഉണ്ട്. ഇങ്ങനെ വാവേ കുട്ടി പൊന്നു. മമ്മിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല, മമ്മിക്കൊരു സുഖമില്ല. എനിക്കിത് രാവിലെ കാണുന്നതിന് സങ്കടമാവും. എന്നിട്ടും ഒരു കോളും വിളിച്ചിട്ടുണ്ടാവും. അത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. കോള് നേരിട്ട് വിളിക്കില്ല. ഇനിയിപ്പോ ഉറങ്ങാച്ച ഉറക്കം കളയണ്ടല്ലോ വെച്ചിട്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കും, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ സുന്ദരിയുണ്ട്. അവിടുത്തെ കഥ ഇരുന്ന് പറയാട്ടോ. അവിടെ ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം. 9 മണിക്ക് ശേഷം പോയ ഫുഡ് കിട്ടില്ല. 8:30 വരെയുള്ള ഫുഡ് 8:30 മുന്നേ കഴിച്ചു. ഞാനൊക്കെ 8:30 ഫുഡ് രാത്രി വിശന്നിട്ട് ക്ലാസ് 11 to 1. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞത് വേഗം വരില്ലെങ്കിൽ ഫുഡ് കിട്ടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 8:30 കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞ് എന്റെ ദൈവമേ ഒരു വിശപ്പുണ്ട്. സ്നാക്സ് ഒന്നുമില്ലെങ്കിൽ നല്ല പെടും, നല്ല വിശക്കും. അതിന് ശേഷമാണ് ഞാൻ ഇവിടത്തെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് വിട്ടിട്ട് അവിടത്തെ വേണ്ടെങ്കിലും നല്ല. പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോ മമ്മിയെ ഇന്നലെ രാത്രി വിശന്നിട്ട് ഒരു വഴി അയച്ചിട്ട് കുറെ ചോറെടുത്തണോ കുറെ കറിയൊക്കെ എടുത്തണോ എന്റെ കുട്ടി. അത് കണ്ടിട്ട് ആകെ വിഷമായിട്ടോ. കഴിക്കാൻ പറ്റാൻ തുടങ്ങി. അങ്ങനെ എന്തായാലും എന്റെ കുട്ടി പാവം എങ്ങനെയെങ്കിലൊക്കെ ആണെങ്കിൽ അത് കഷ്ടാണെങ്കിലും ഒക്കെ ആണെങ്കിൽ പിടിച്ചു നിൽക്കൂട്ടാ. അത് രണ്ടാളും ഇപ്പോ ഉണ്ണിക്ക് കുറച്ചും കൂടെ ഒരു റിസ്കുകൾ ഏറ്റെടുക്കാൻ അവൾക്ക് ഇപ്പൊ ഇഷ്ടമല്ല. പക്ഷെ വാക്കുട്ടി അങ്ങനെയല്ല. വാക്കുട്ടി എങ്ങനെയാ വെച്ചാ റിസ്ക് എടുക്കൂട്ടാ. കഴിക്കും മോളെ ഇനി ഉണ്ടടാ മുറിച്ച് തരേ കഴിച്ചോ. അരഞ്ചും കുറച്ചും കഴിച്ചോ അങ്ങോട്ട്. എന്റെ വാവക്കുട്ടിക്ക് കൊണ്ടിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് വീട്ടില് കൊറേ മാങ്ങണ്ട്. പക്ഷെ അമ്മ പറയും ഇവിടെ കഴിക്കില്ല. അല്ലേ മമ്മി വാക്കുട്ടി വരണ്ട വെച്ചിട്ട് കുറച്ചൊക്കെ ആൾക്കാർക്ക് കൊടുത്തുള്ളൂ. കാരണം എന്താ വെച്ചാ ഇല്ല ചൊക്കെ എടുത്ത് കൊടുക്കുവേ മമ്മി ഇവര് കാര്യം എന്നിട്ട് തന്നെ ആർക്കേക്ക് കൊടുത്തു പറഞ്ഞല്ലോ. കൊടുത്തു 12 മാങ്ങ കൊടുത്തു. എന്നിട്ട് തന്നെ
അല്ല പക്ഷെ ഇത് ഒന്ന് കൊടുത്താൽ തന്നെ മതി, വലിയ മാങ്ങയല്ലേ. 3-4 കൊടുത്തും പാഴ്സലായിട്ടേ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. വാക്കുട്ടി ഫിറ്റ് നാളെ, ഇന്ന് താഴെ കിടക്ക്. താഴെ ഫാനുണ്ടോ? ഓ അവിടെ അല്ലേ കുട്ടി കിടന്നിരുന്ന്. നമ്മളിന്ന് ഒന്നിച്ചാ കിടക്കണതേ. ഇല്ല, ഇന്ന് മമ്മിയുടെ കൂടെ കിടക്കണ്ട്. ഇന്ന് മമ്മിയും വാക്കുട്ടിയും കൂടെ കിടക്കുക. അന്ന് പിന്നെ സിലിക്കൺ തലണൊക്കെ അവർ കഴുകാൻ പറയാൻ മറന്നു. നമ്മുടെ ഇവിടുത്തെ അല്ലേ, നമുക്ക് നാളെ കഴുതരേ. നാളെ സെറ്റ് ആക്കി കിടക്കൂ. നാളെ രാവിലെ തന്നെ നമുക്ക് കഴുകിടാം കേട്ടോ. എനിക്ക് ഇവരൊക്കെ മിസ് ചെയ്യാം. പുറത്ത് പോണതും ഈ 9 കഴിഞ്ഞ ഡിപ്രഷനാകും നമുക്കിങ്ങനെ. കാരണം ഞാൻ അങ്ങനെ പോണത് അതിന്റെ ഇടയിൽ ഇവളുടെ സ്നാപ്പ്. പക്ഷെ വാക്കുട്ടിയില്ലേ ആഴ്ചക്ക് വന്നിട്ട് പോകുമ്പോ മമ്മി കഷ്ടാവും. കാരണം 2 ആഴ്ചക്ക് 2 ആഴ്ചക്ക് ഒരു വട്ടം വന്നാ മതി. എന്താ അറിയോ, ഇപ്പൊ തന്നെ ഇനി 2 ദിവസം കഴിഞ്ഞ് പോവില്ലേ. അതുമല്ല ഇനി ഒരു കല്യാണം ഉണ്ട്, എറണാകുളത്തിലൊരു കല്യാണം ഉണ്ട്. അപ്പൊ മമ്മി സൺഡേ രാവിലെ നേരത്തെ പോവും, കുട്ടി അണച്ച വൈകിട്ടും. അപ്പൊ പിന്നെ എനിക്കിതിന് ഇട്ടെറിഞ്ഞ് പോവല്ലേ. ഞാൻ ഇതിന് എന്തെങ്കിലുമൊക്കെ മീനൊക്കെ വറുത്തൊക്കെ കൊടുത്തയക്കണം എന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ സങ്കടല്ലേ. അതാണേ മമ്മി സർപ്രൈസ് ആയിട്ടൊക്കെ വരാ. ടൈം ലിമിറ്റ് ഇഷ്ടായില്ല. അങ്ങനെയൊന്നും കുഴപ്പമില്ല വാവേ. വാവ 9:30 ശേഷമൊക്കെ ഇറങ്ങി നടക്കാതിരിക്കുക നല്ലത് ട്ടാ. മൊട്ടെ മുണ്ടാതിരുന്നോട്ടെ. അവിടെ വരുത്തണം. നമുക്കിനി ആവാഹന പൂജാരിനെ ഇറക്കാം. ഉണ്ണിയുടെ 2 കൊറേ വഴി നോക്കി എങ്ങനെ 6 മാസം. ഉണ്ണിയുടെ 2 ഫ്രണ്ട്സ് ഇല്ലേ, അവരും മമ്മി അങ്ങനെ പറഞ്ഞിട്ടാ കളിയാക്കുക. 2 കൂടി ഉണ്ണീനെ ആവാഹിച്ച് കൊണ്ടുപോകണേ. ജിമ്മിനാണെങ്കിൽ ശരി, എന്റെ ജിമ്മിന് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾ വീടി തുടങ്ങി അങ്ങോട്ട് പോയി. ഞാൻ എന്നിട്ട് അവരിന് അത് പക്ഷെ പാവം കുട്ടികളാട്ടോ. ഉണ്ണീന് പൊന്നു പോലെ നോക്കും. മറ്റേ ഉണ്ണീന് പൊന്നു പോലെ നോക്കണോണ്ട് മോളെ കുറച്ച് അങ്ങോട്ട് ഇരിക്കും. ഉണ്ണീന് അവിടെ ഇരുന്നു. ഉണ്ണീന് പൊന്നു പോലെ നോക്കണോണ്ട് അവൾക്കും കംഫർട്ടബിൾ ആണ്. അങ്ങനെ എന്താ പറ്റാതെ പ്ലീസ് പറയും മൊട്ടക്കുട്ടി ഹെയർ സ്റ്റൈൽ എന്താ പറ്റാതെ പ്ലീസ്. ഈ കട്ട ഫോൺ ബാഗ് അടിച്ചിട്ട് ബാഗ് അടിക്കുന്നുണ്ട്. ലോക്ക് ചെയ്തോ? ആ സൈഡിൽ എന്തിനാ പിടിക്കണേ? ഈ ഒരു ഫോണ് ഈ കൊച്ചിന് ഞാൻ വാങ്ങിക്കോളൂ. ഇതിന് മുൻപ് അവൾക്ക് ഏതാ ഫോൺ ഉണ്ടായിരുന്നത്? 13 ആയിരുന്നു കേട്ടോ. iPhone 13 ആയിരുന്നു. അപ്പൊ അതിൽ എത്ര 126 GB എത്ര 120 സംതിങ് GB ആയിരുന്നു. അപ്പോൾ എന്നും പരാതി കേട്ടോ, മമ്മി സ്റ്റോറേജുള്ള ഫോൺ വാങ്ങിത്താ. അങ്ങനെ നമ്മൾ കുറേ കേട്ട് അതും പുതിയ ഫോണായിരുന്നു. അത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, 256 GB ആണ് എൻ്റെ ഫോണും ഉണ്ണിയുടെ ഫോണൊക്കെ 256 GB ആണ്. ഞങ്ങളുടെ സ്റ്റോറേജ് ഫുട്ബോൾ കളിക്കാനുള്ളത്. ഈ കുട്ടിക്ക് ഈ ഫോണിൽ 256 GB ആയിട്ട് പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് 512 512 സോറി 512 GB ഉണ്ടായിട്ട് ഈ കുട്ടിക്ക് ഒരു വീഡിയോ എടുക്കാനോ ഒരു ഷോർട്സ് എടുക്കാനോ എഡിറ്റ് ചെയ്ത സ്റ്റോറേജ് ഞാൻ വാങ്ങിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, ആണൊക്കെ ഞാൻ 1 TB വാങ്ങിത്തരാം. അതിനെങ്ങനെ ആരെങ്കിലും പോകണ്ട വെച്ചാൽ അവരുടെ എല്ലാ സൈഡ് വെച്ചുള്ള ഫോട്ടോ ഇതിലുണ്ടേ. വല്ല സീക്രട്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ പിടിച്ചവയും കിട്ടും. എവിടെ എടുക്കാൻ പറ്റാത്ത ഫോട്ടോ ഉണ്ട് വെച്ചാൽ എടുക്കും. അല്ല, ഞാൻ കോളേജിൽ നിന്ന് മെമ്മറീസ് ഒക്കെ ഉണ്ട്. വല്ലാത്തൊരു മെമ്മറി. ഒരു ഫോട്ടോന് 72 ഉണ്ട്. വാവക്കുട്ടി ഞാനും ഇതേ ഫോൺ തന്നെ. ഞാൻ എന്റെ 50 കോളേജിൽ പോണില്ല, എനിക്ക് കോളേജ് ഫെസ്റ്റിവൽസ് അത് ഞാൻ എന്റെ ഈ ലോങ് വ്ലോഗ് മൊത്തം എന്റെ ഫോണിലല്ലേ എടുക്കുന്നത്. അപ്പൊ അത് ഇതാവണ്ടേ. ഈ കുട്ടിയില്ലേ ഒരു ഫോണിന് കുട്ടിയുടെ മെമ്മറി സൂക്ഷിക്കാനും ഒരു ഫോൺ വ്ലോഗ് എടുക്കാനും എടുത്തു കൊടുക്കേണ്ടി വരും ഇല്ലേ? ശരി, പോണ്ട ഞാൻ പോയിട്ട് വരൂ. പുറത്ത് പോവത്ര കേട്ടോ. മമ്മീനൊന്നും വേണ്ടാണ്ട് ഫ്രണ്ടിൽ കിട്ടിയപ്പോ ഫ്രണ്ടിനെയും കൊണ്ട് പുറത്തു പോവത്രേ. ഫ്രണ്ടാണെച്ചാലോ വരണ്ട് വരുമ്പോഴേക്ക് 7 കാലിൽ ചാടി പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുക. എപ്പോഴാ വാക്കുട്ടി വരുന്ന വെച്ചിട്ട് അതാണ് വന്നിട്ട്. ഇല്ല ചെന്ന് ചായ കുടിക്കാൻ പോക്കപ്പോ ചായ കുടിക്കാനും പോക്കില്ല, കാപ്പി കുടിക്കാനും അതാ. വേറെ ഒരു വഴിയില്ലല്ലോ. നമ്മള് പഠിച്ച് വലിയ രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ അവിടെ ഉമ്മയ്ക്ക് വന്നതാ. അപ്പൊ വാവക്കുട്ടി അച്ഛനും കൂടെ ചായ കുടിക്കാൻ പോവാണ്. കുറച്ചു ദിവസമായിട്ട് ഈ ചായ കുടിയൊക്കെ എവിടെയായിരുന്നു? 9:30 പൂട്ടല്ലവരുണ്ടായിരുന്നു അല്ലേ? ഈ ചായ കുടിയൊന്നും കണ്ടില്ലല്ലോ. ഓ ഇപ്പൊ വിളിച്ചു ഡാ വാടാ ഡേ വാടിന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു മാസത്തിൽ മാറും.
പിന്നെന്താണ് മായന്നൂർ പാലത്തിന്റെ അവിടെ പോയിരുന്നിട്ട് എന്ത് കളിക്കായിരുന്നു? ലൂഡോ. അത് കളിക്കുന്നുണ്ട് വെച്ചിട്ട് വന്ന് കമന്റ് ഇട്ടിരിക്കണു. വാവ കുട്ടീനെ അവിടെ പാലത്തിന്റെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് തന്നെ സ്ഥിരം ഈ എന്താണ് എന്ത് കളിച്ച് പരിപാടി അല്ല എന്താ മിനിമിൽഷ അത് കളിക്കണുണ്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതന്നെ അവിടെ പണി എന്ന്. ഇത് കളിച്ചിട്ട് ആർമിക്ക് എടുത്താലും തന്നെ എന്താ 5 ദിവസം മാറുന്നിട്ടുള്ളൂ. 5 കൊല്ലം പോലെ ഉണ്ട്. എനിക്ക് ഓർക്കുന്നില്ല. കുറച്ച് പാത്രം ഉണ്ട്, കഴുകി വെക്കോ? എന്നെ അവിടെ എന്റെ പാടുന്ന പണിയൊന്നും എടുപ്പിക്കാറില്ല. എന്താ വിരുന്ന് വന്നതാണോ? ഞാൻ എന്റെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് മാത്രമേ കഴുകുള്ളൂ. കഴുകിയിട്ട് നാളെ 8:30 ആകുമ്പോഴേക്കും വരും. എവിടേക്ക്? കിച്ചണിക്ക്. പൊക്കോ, കിച്ചണിലെ വഴി അറിയില്ലേ? എനിക്ക് ഫുഡ് റെഡിയാക്കി വെക്കണം. പണ്ടില്ലേ ഇവിടെ ഇരിക്കുമ്പോ 12 മണിയായാലും കഴിക്കില്ല കേട്ടോ. കുട്ടികളെ എണീക്കും, പിള്ളേരെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടില്ലേ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോ ഇവരെണീറ്റിട്ടില്ല, എണീക്കുമ്പോഴത്തേനും ഉണ്ടാക്കി വെച്ചതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവരെണീക്കില്ല. പക്ഷെ ഇപ്പൊ അവള് പറയാ 7:05 ഫുഡ് വേണം രാവിലെന്ന്. അച്ചുമ്മ ബൈ. ഉമ്മ ഈ കുട്ടി ആ കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാട്ടോ. ആ കുട്ടിക്ക് തന്നെ പണി. ആ കുട്ടിയില്ലേ വരുമ്പോഴത്തേനും വന്ന് ആ റെയിൽവേ സ്റ്റേഷനേ വന്ന് കൊണ്ടുപോയി. അതെ ഞാൻ പാവല്ലേ വെച്ചിട്ട് വിടുന്നതാ. ഞാൻ പറയാം എന്റെ കൂടെ ഇരിക്കും, ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ വെറുപ്പോഴേ എന്നെ കൊണ്ടുപോകാൻ. ഞാൻ എന്റെ കൂടെ ഇരിക്കല്ലേ, എനിക്ക് തലവേദനയും വന്നോട്ടോ. അത്രയ്ക്ക് നന്നു തലവേദന എന്ന് പറഞ്ഞില്ലേ? സൗണ്ട് കേൾക്കുമ്പോ അറിയണില്ലേ തലവേദന വന്നുള്ള സൗണ്ട്? അറിയില്ലേ? അത് അവിടെ പോയി ഭാഗം മറന്നോ? ആ മമ്മിക്ക് തലവേദന വന്ന മമ്മിയുടെ സൗണ്ട് മാറി അറിയില്ലേ? അറിയില്ലേ? ഇല്ലേ? ശരി എന്നാ ശരി മാ. എന്റെ പുല്ല് വളർന്നിരിക്കുന്നുണ്ട് അവിടെ. തെങ്ങൊക്കെ മാറി പുല്ല് വന്നു കേട്ടോ. ശരി കുഞ്ഞാ. നമ്മുടെ ചെടികളിലൊന്നും കണ്ടാലോ? ഇവർക്കൊക്കെ ചെടികൾക്കൊക്കെ നമുക്കൊരു പേരിട്ടാലോ. പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ, അത് ഇടയ്ക്ക് ഉണങ്ങി പോയില്ലേ അല്ലേ? ഇവിടെ റോസ് പൂ വിരിഞ്ഞിരിക്കുന്നു കേട്ടോ. ഈ റോസ് പൂ ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ ഇതിലേക്ക് ഉണങ്ങിപ്പോയിട്ടോ. അതിൽ കുറേ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പോയി. അവർ ചായയൊക്കെ കുടിക്കാൻ പോയിട്ടോ. നോക്കിയേ എനിക്ക് എന്തോ പറയില്ലേ, എന്തോ നല്ല കാക്കയ്ക്ക് എന്തോ വന്ന എന്തോ വായ്പുണ്ണ് വരും പറഞ്ഞ പോലെ എൻ്റെ ഒന്നിത്തിരി സന്തോഷിച്ചാൽ അപ്പം തലവേദന വരും. തലവേദന വന്നു. എനിക്ക് തല ഇങ്ങനെ ഷാമ്പൂ ഇട്ട് കഴിയാൻ തലവേദന വരാറുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് തല കഴുകാതിരിക്കാൻ പറ്റുമോ? ഞാൻ അധികം കഞ്ഞിയുടെ വെള്ളവും കടലമാവൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ എണ്ണ മുഴുവനായിട്ട് പോവില്ല. അപ്പോൾ കുറച്ച് ഷാമ്പൂ ഇടും. അങ്ങനെ ഇട്ടാൽ കൂടി തലവേദന വരും കേട്ടോ. ഇനിയിപ്പോൾ ടാബ്ലറ്റ് കഴിക്കണം. എന്താ ചെയ്യ, തലവേദന വളരെ മോശമുള്ളൊരു കാര്യം കേട്ടോ. അതിന് നാണമില്ല, ഒന്നുമില്ല. ഞാൻ ഇത്തിരി വേഗം ഫുഡ് കഴിച്ചിട്ട് ഗുളി കഴിച്ച് കിടക്കും. എൻ്റെ കുട്ടി വന്നിട്ട് അതിനോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പോലും ഇനി പറ്റില്ല. കാരണം തലവേദന വന്നാൽ സഹിക്കാൻ പറ്റില്ല. അതാണ് നാളെ എനിക്ക് മീൻകറി ഉണ്ടാക്കി തരണം, മമ്മിയുടെ ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞതാ. മാറിയാൽ മതിയായിരുന്നു രാവിലേക്ക്.